നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം. പ്രഖ്യാപന ചടങ്ങ് ആഘോഷമാക്കി സർക്കാർ. തലസ്ഥാനത്തെ പൊതുപരിപാടിയിൽ മുഖ്യ അതിഥിയായി മമ്മൂട്ടി. പരിപാടിക്ക് ആളെ എത്തിക്കാൻ ക്വാട്ട നിശ്ചയിച്ച തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ് വിവാദത്തിൽ. സർക്കാരിൻ്റേത് PR തട്ടിപ്പെന്ന് പ്രതിപക്ഷം. ദിവസത്തെ രാപ്പകൽ സമരം അവസാനിപ്പിച്ച് ആശമാർ. ഓണറേറിയം കൂട്ടുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ തീരുമാനം. സമരപ്രതിജ്ഞ റാലി ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ്. കർഷക രോഷം കനത്തതോടെ നെല്ല് സംഭരണത്തിൽ അതിവേഗ നടപടിയുമായി സർക്കാർ. കുട്ടനാട്ടിലെ 2 മില്ലുകളുമായി ധാരണയിലെത്തി. സംഭരണം ഇന്നു തന്നെ തുടങ്ങുമെന്ന് കൃഷിമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി PMA സലാം. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതെന്നും വിമർശനം. ആന്ധ്ര ശ്രീകാകുളം വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 10 മരണം. ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയത് ആയിരങ്ങൾ. കോഴിക്കോട് നിർമ്മാണത്തിനിടെ വീടിന്റെ മതിലിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. എറണാകുളം ചെറായിൽ കാറുമായി 16കാരന്റെ പരാക്രമം. 2 പേരെ ഇടിച്ചിട്ടു. നിരവധി വാഹനങ്ങൾക്കും കേടുപാട്. ആഴ്ചകൾക്ക് മുമ്പ് മരിച്ച മകന്റെ മൃതദേഹം കാത്ത് കൊച്ചിയിൽ ഒരു കുടുംബം. ചെലാനം സ്വദേശി എഡ്വിൻ ഗ്രേഷ്യസിന്റെ മരണം സൗദിയിൽ കടലിലുണ്ടായ അപകടത്തിൽ. എൻ്റെ മകൻ്റെ ബോഡി എങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ രീതിയിൽ സാഹചര്യം ഒരുക്കണം. എൻ്റെ അമ്മയാണെങ്കിലും തളർന്ന് കിടക്കുകയാണ്. ദുഃഖം താങ്ങാനാവാതെ എൻ്റെ കുടുംബത്തിന് അത്താണിയായ മകനാണ്. മരണത്തിൽ അസ്വാഭാവികതയെന്ന് സൗദി പോലീസ്. ന്യൂസ് 18 വാർത്തയിൽ ഇടപെടുമെന്ന് ഹൈബി ഈഡൻ MP. ബീഹാറിൽ പോരാട്ടം അവസാന ലാപ്പിലേക്ക്. ആദ്യഘട്ട പ്രചരണം അവസാനിക്കാൻ ഇനി 3 നാൾ മാത്രം. ദേശീയ നേതാക്കളെ ഇറക്കി പ്രചരണം കൊഴിപ്പിച്ച് മുന്നണികൾ. നാളെ പട്നയിൽ മോദിയുടെ റോഡ് ഷോ. ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹൻ ബൊപ്പണ്ണ. കോർട്ടൊഴിയുന്നത് 2 ഗ്രാൻഡ് സ്ലാം ഡബിൾസ് നേടിയ ഇതിഹാസ താരം. മത്സരത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ശ്രേയസ് അയ്യർ ആശുപത്രി വിട്ടു. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. വനിതാ ലോകകപ്പിൽ നാളെ കലാശ പോരാട്ടം. ഇന്ത്യയുടെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. വിശദമായി വരുമ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഉയർന്നത് നവകേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് പുതിയ കേരളത്തിന്റെ ഉദയമാണ്. വീടില്ലാത്ത കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകാനാണ് ലൈഫ് മിഷൻ ആരംഭിച്ചത്. 4,70,000-ഓളം വീടുകൾ പൂർത്തിയായി. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭൂതകാലം കേരളത്തിനുണ്ട്. അവിടെ നിന്നാണ് ഇന്നത്തെ പ്രബുദ്ധ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിനിടെ പറഞ്ഞു. മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത്. ഈ നാടിൻ്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. വീടില്ലാത്ത, വീടാഗ്രഹിക്കുന്ന, അതൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം
അതിനുവേണ്ടിയാണ് നമ്മൾ ലൈഫ് മിഷൻ ആരംഭിച്ചത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ 4,70,000-ഓളം വീടുകൾ യാഥാർത്ഥ്യമായി അവിടെ ആളുകൾ താമസിക്കുകയാണ്, കുടുംബം താമസിക്കുകയാണ്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ മമ്മൂട്ടി ഈ വേദിയിൽ സംസാരിക്കും. അതിലേക്ക് നമുക്ക് വടങ്ങി വരാം. അതിനു മുമ്പ് രാവിലെ നിയമസഭയിലായിരുന്നു കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് നടത്തിയ പ്രസ്താവനയിലൂടെയായിരുന്നു പ്രഖ്യാപനം. സർക്കാരിൻ്റേത് തട്ടിപ്പാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. തട്ടിപ്പ് പ്രതിപക്ഷത്തിന്റെ ശീലം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നുവെന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ്. ഇത് പുതുയുഗ പിറവി എന്ന മുഖ്യമന്ത്രി, ലോകോത്തരമായ ചരിത്ര മുഹൂർത്തമെന്ന സ്പീക്കർ AN ഷംസീർ, പത്രങ്ങളിൽ പരസ്യം നൽകിയ ശേഷമുള്ള സഭയിലെ പ്രസ്താവന നിയമസഭയെ അവഹേളിക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. സർക്കാരിന്റെ PR എക്സസൈസ് തട്ടിപ്പെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനയുടെ കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. കേരളം അതിദാരിദ്ര്യമുക്തമാകുന്നതിനെ പ്രതിപക്ഷം എന്തിനു ഭയപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കേരളപ്പിറവി ദിനത്തിലെ നേട്ടത്തിൽ സന്തോഷിക്കുന്നതിന് പകരം ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം കുറ്റക്കാരെന്ന് വിധിക്കുമെന്നായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. കേരളപ്പിറവി ദിനമാണിന്ന്. കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ഒരു ചരിത്ര നേട്ടത്തിൽ അതിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ ആ ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം എക്കാലത്തും വിലയിരുത്തും സർ. ചരിത്രം ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സർ. 4.5 ലക്ഷം പരമദരിദ്രരുണ്ടെന്നാണ് ഇടതുമുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞത്. അതെങ്ങനെ 64,000 ചുരുങ്ങി? 6 ലക്ഷത്തോളം AY കാർഡ് ഉടമകൾക്ക് റേഷൻ പോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന ആശങ്കയും പ്രതിപക്ഷത്തിനുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം തട്ടിപ്പെന്നാണ് BJP പറയുന്നത്. 60,000 എന്ന സംഖ്യ തന്നെ അടിസ്ഥാനമില്ലാത്തതാണെന്നും അതിൽ 50,000 പേരും CPM പ്രവർത്തകരാണെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഒരു ഭൂലോക തട്ടിപ്പാണ്. വെറും ഒരു PR പ്രചാരണം മാത്രമാണിത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പൊങ്ങച്ചമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരും ഇപ്പോൾ നടത്തുന്നത്. ഒന്നാമത് ഈ 60,000 എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരടിസ്ഥാനവുമില്ലാത്ത സംഖ്യയാണ്. നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ്. ഇതിനിടയിൽ ഇന്ന് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് കൂടി വിവാദമായിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നടക്കുന്ന അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപന ചടങ്ങിന് ആളുകളെ എത്തിക്കാൻ കോട്ട നിശ്ചയിച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. മന്ത്രി MB രാജേഷിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചടങ്ങിലേക്ക് ആളെ കൂട്ടാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ക്വാട്ട നിശ്ചയിച്ചുകൊണ്ടുള്ള ജോയിന്റ് ഡയറക്ടറുടെ കത്ത് പുറത്തു വന്നത്. ദാരിദ്ര്യമുക്ത പ്രഖ്യാപനം എന്ന സുപ്രധാന പരിപാടിക്ക് സ്വാഭാവിക പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് പകരം കൃത്രിമമായി ആളുകളെ എത്തിക്കാൻ സർക്കാർ തലത്തിൽ നിർബന്ധിത ക്വാട്ട ഏർപ്പെടുത്തിയത് വിവാദമാവുകയാണ്. എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കത്ത്
ഡയറക്ടറാണ് കത്തയച്ചത്. ഇതിനിടയിൽ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചതിനെതിരെ CPM നേതാവ് EP ജയരാജൻ രംഗത്ത് വന്നു. പ്രതിപക്ഷത്തിന് കേരള വിരുദ്ധ മനോനിലയെന്നാണ് ജയരാജന്റെ ആരോപണം. കേരളത്തിലെ ഒരു നല്ല കാര്യത്തിനും അവർ സഹായിച്ചിട്ടില്ല. പ്രതിപക്ഷം ഉറക്കം നടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 266 ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരത്തിന് ആവേശകരമായ സമാപനം. സമരപ്രതിജ്ഞ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഇവർ സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ ആശാ വർക്കർമാരുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സമരത്തിനാണ് തൽക്കാലത്തേക്കെങ്കിലും സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് വിരാമമാകുന്നത്. 266 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് സമരം പ്രതിജ്ഞ റാലിയോടെ ആശാ വർക്കർമാരുടെ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നത്. പ്രാദേശിക തലങ്ങളിലായിരിക്കും ഇനി സമരം നടക്കുക എന്നാണ് സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് അല്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായാണ് 1000 രൂപ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകിയത്. ഇതോടെയാണ് ഈ അനിശ്ചിതകാല സമരത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു വിരാമമിടാൻ സെക്രട്ടേറിയറ്റിനിടയിലെ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എത്തിയത്. ഈ സമരം 365 ദിവസം പിന്നിടുന്ന 2026 ഫെബ്രുവരി 10-ാം തീയതി സെക്രട്ടേറിയറ്റിനിടയിൽ ഒരു ബഹുജന പരിപാടിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമരസമിതി. എന്തായാലും മഴയും വെയിലുമൊക്കെ ഏറ്റ് ആശാ വർക്കർമാരുടെ ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 266 ദിവസം തുടർച്ചയായി സമരം ചെയ്തതിന് ഒടുവിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഓണറേറിയം വർധനമെന്ന നടപടി സ്വാഗതം ചെയ്തുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ അവസാനിക്കുന്നത്. അതേസമയം ഈ വേദിയിൽ ഇന്ന് ചില നാടകീയ രംഗങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യേണ്ട ആശാ വർക്കർമാരുടെ സമരപ്രതിജ്ഞ റാലിയുടെ വേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും സമരസമിതി നേതാവിനെ വിളിച്ച് രാഹുലിനൊപ്പം വേദിയിൽ പങ്കിടുന്നതിലെ അസൗകര്യം അറിയിച്ചു. പിന്നാലെ UDF നേതാക്കളുടെ ആവശ്യപ്രകാരം രാഹുൽ വേദി വിട്ട ശേഷമാണ് VD സതീശൻ സമരപ്പന്തലിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് പോയതോടെ രാഹുൽ വീണ്ടും സമരപ്പന്തലിലെത്തി. ഗർഭചിത്ര ശബ്ദരേഖയിൽ രാഹുൽ ഇന്നും മറുപടി പറഞ്ഞില്ല. ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരത്തിന്റെ സമാപന വേദി നാടകീയമായ രാഷ്ട്രീയ രംഗങ്ങൾക്ക് കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു ഈ സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത്. പക്ഷേ ഈ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാടകീയമായി ഇവിടേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം എത്തി ആശാ വർക്കർമാരെയും ആശാ സമര നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തു. അതിനുശേഷം ഔദ്യോഗികമായ ചടങ്ങ് തുടങ്ങിയതിന് പിന്നാലെ KK രമ MLAയും VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കും ഒപ്പം ഇരിപ്പിടത്തിൽ ഇരുന്നു. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിലേക്ക് എത്തിയേക്കില്ല എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നു. പെട്ടെന്ന് ഒരു ഫോൺ കോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. അതിനുശേഷം ഏതാനും സമയം കൂടെ അവിടെ ചെലവഴിച്ചതിന് ശേഷം സമരസമിതി നേതാക്കളെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹം വേദി വിടുകയായിരുന്നു. അദ്ദേഹം വേദി വിടുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുന്നത് താങ്കൾ ഇവിടെ ഉള്ളതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. അതിന് നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഈ ആശാ സമരപ്പന്തലിലേക്ക് എത്തുകയായിരുന്നു. മറ്റ് അഭിസംബോധനകൾക്കൊന്നും നിൽക്കാതെ അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയും പിന്നീട് ആശാ വർക്കർമാർ
വർക്കർമാരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയുമായിരുന്നു. എന്തായാലും കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിന് എത്തുന്നതിൽ ബോധപൂർവ്വം വൈകിപ്പിക്കുന്ന ഒരു നിലപാടെടുത്തതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അതാണിന്ന് തലസ്ഥാനത്ത് കണ്ട നാടകീയ രംഗങ്ങൾ. മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം. കണ്ണീർപ്പാടങ്ങൾ. നെല്ല് സംഭരണം പാളിയതോടെ കൊയ്ത് നെല്ല് സംരക്ഷിക്കാനായി നെട്ടോട്ടമോടുകയാണ് കർഷകർ. പാടശേഖരങ്ങളിലും തൊട്ടടുത്തുള്ള വീടുകളിലുമൊക്കെയായി കിൻഡൽ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. മുമ്പൊരിക്കലും ഇത്രയും മോശകരമായ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. സർക്കാരിനെ വിശ്വസിച്ച് കടം മേടിച്ചും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് പലരും കൃഷിക്ക് പണമിറക്കിയത്. പാടശേഖരങ്ങൾക്ക് ചുറ്റും ദൈന്യത നിറഞ്ഞ കാഴ്ചകളാണ്. എന്താണ് കർഷകന്റെ അവസ്ഥ? ന്യൂസ് 18 വിശദമായി പരിശോധിക്കും. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് പുന്നപ്ര സൗത്ത് പഞ്ചായത്തിലാണ്. പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് പാരക്കേടൻ പാടശേഖരം, അതായത് 90 ഏക്കറാണ് ഈ പാടശേഖരം ഉള്ളത്. അതിനു ചുറ്റുമുള്ള വീടുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വീടിന്റെ മുൻഭാഗം മുഴുവൻ നെല്ല് സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകർ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ലോറിയുടെ തൂക്കം കഴിഞ്ഞ് ബാക്കി നെല്ല. ആ നെല്ല് അയാൾ 1 കിൻഡൽ നെല്ലിന് 68 കിലോ അരി വീതം മില്ലുകാരൻ കൊടുക്കണം. അപ്പൊ അവനത് പുഴുങ്ങി കുത്തുമ്പോൾ 68 കിലോ കിട്ടത്തില്ലെന്ന് ബ്രോക്കർ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മളോട് അധികം കിഴിവ് മേടിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മേടിക്കുന്ന കിഴിവ് മില്ലുകാരന് കിട്ടുന്നില്ല. അവൻ ആ പഴയ റേഷ്യോ അനുസരിച്ചുള്ള സാധനമേ കിട്ടത്തുള്ളൂ. 100 കിൻഡൽ നെല്ലിപ്പോൾ ഒരു ലോറിയെ ചെല്ലുന്നു. വേ ബ്രിഡ്ജ് കയറ്റിട്ട് ലോറി തൂക്കി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി നെല്ലിന്റെ 1 കിൻഡൽ ഇപ്പൊ 100 കിൻഡൽ ഉണ്ടെങ്കിൽ 68 കിലോ വെച്ച് അരി കൊടുക്കണം. ഒരുപക്ഷെ ഇത്രയും മോശമായ ഒരു സാഹചര്യം കർഷകർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. വലിയ കിഴിവ് ആവശ്യപ്പെടുന്നു മില്ലുകൾ എന്ന് മാത്രമല്ല, ഇവരുടെ നെല്ലെടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പെട്ട വിലയ്ക്ക്, അതായത് എത്ര കിഴിവാണെങ്കിലും ഇത് കൊടുക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിരിക്കുന്നു. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് കൃഷിയിടങ്ങളിലെല്ലാം നമുക്ക് കാണാനുള്ളത്. 13 കിലോ കിഴിവിന് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നിന്ന് വന്ന് നെല്ല് അനലൈസ് ചെയ്ത് അവരുടെ റിപ്പോർട്ടും പ്രകാരം 13 കിലോ കിഴിവിന് ഞങ്ങൾ നെല്ല് കൊടുത്തിട്ടുണ്ട്. അന്ന് എന്താണെന്നറിയാം, എടുക്കാൻ ആളുണ്ട്. ഇന്ന് 13 അല്ല 14 പറഞ്ഞാലും എടുക്കാൻ ആരുമില്ല. കൃഷിക്കാരുടെ നെല്ലിപ്പം ഒരു എടുക്കുമ്പോൾ ഈ വള്ളക്കാർക്കില്ലേ 40 രൂപ കൊടുക്കണമെങ്കിൽ 35 രൂപ ഇവിടെ കൊടുക്കത്തുള്ളൂ. ആര്? ഏജന്റ്. ചോട്ടുകൂലി 45 കൊടുക്കണം, 40 കൊടുക്കുക. ഈ 10 രൂപ കൃഷിക്കാരനെ അവർ അടിച്ചു മാറ്റും. പോലെ ഇത്തരത്തിൽ പാടശേഖരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ചെറിയ ടർപോളിൻ ഷീറ്റുകൾ വിരിച്ചിട്ട് നെല്ല് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നെല്ല് സൂക്ഷിച്ചിരിക്കുവാണല്ലേ? അതെ, സൂക്ഷിച്ചിരിക്കുക. എന്താ ഒരു സാഹചര്യം? എന്താ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കരക്കയറ്റി ഇടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. കരക്കെല്ലാം നെല്ലാണ്. ഇപ്പം ഇത് ഞങ്ങളുടെ കണ്ടത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു മഴ ഇവിടെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഇത് വെള്ളത്തിൽ തന്നെ പോകും. ഇതിങ്ങനെ എത്ര ദിവസം ഇങ്ങനെ ഉണക്കി ഇങ്ങനെ പോകും? അത് പോകാൻ വലിയ പ്രയാസമാണ്. ഞങ്ങളെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? നിങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ നെല്ലെടുക്കുക, ഞങ്ങളെ സഹായിക്കാം. ഈ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി ഇത്രയും പാടുപെട്ടുണ്ടാക്കി വെച്ചിട്ട് ഇതാവസ്ഥ. ഇത്ര ഒരു 10-15 വർഷമായിട്ട് ഇത്രയും ദയനീയമായൊരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതാണ് കേൾക്കേണ്ടത്. അതായത് ഇത്രയും വർഷക്കാലം ഈ കൃഷിയിടത്തിൽ കർഷക തൊഴിലാളികളുടെ ഒപ്പം ജോലിയെടുക്കുന്ന തൊഴിലാളികളാണിവർ. ഇവർ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ദയനീയമായ ഒരു സാഹചര്യം കർഷകർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് സർക്കാരാണ് ഇത് കേൾക്കേണ്ടത്. കർഷകരുടെ വിലാപമാണ് ഈ പാടശേഖരങ്ങളിൽ ഓരോ ഇടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അവരുടെ കണ്ണീര് വീണ, അതായത് തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുന്ന സർക്കാർ ഈ തൊഴിലാളികളുടെ കണ്ണുനീർ കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് പോയാൽ അവർക്ക് ജീവിക്കാനാവില്ല. അവരുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ ഈ പാടശേഖരങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അടിയന്തരമായ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ആലപ്പുഴയിൽ നെല്ല് സംഭരണത്തിലെ വീഴ്ചയിൽ കർഷകർ രോഷം കനത്തതോടെ അതിവേഗം ഇടപെട്ട് സർക്കാർ 2 മില്ലുടമകളുമായി സർക്കാർ ധാരണയിലെത്തി. കുട്ടനാട്ടിൽ നിന്നുള്ള നെല്ല് 2 മില്ലുടമകൾ സംഭരിക്കും.
ഔട്ട് ടേൺ റേഷ്യോ 66.5 കിലോ എന്നത് മില്ലുടമകൾ അംഗീകരിച്ചു. ആലപ്പുഴയിലെ പരമാവധി നെല്ല് ഇന്നു തന്നെ സംഭരിച്ചു തുടങ്ങി. അതേസമയം നെല്ല് സംഭരിക്കാൻ മില്ലുകൾ മടി കാണിക്കുകയാണെങ്കിൽ സർക്കാർ ഇടപെട്ട് സപ്ലൈകോ വഴി ഇടപെടൽ നടത്തുമെന്നും സർക്കാർ കർഷകരെ വിട്ടുകളയാൻ തയ്യാറല്ലെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിലാണോ മില്ലുകളുടെ പ്രതിഷേധമെന്ന് സംശയമുണ്ടെന്നും കൃഷിമന്ത്രിയുടെ വാക്കുകൾ. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ മടി കാണിക്കുന്നിടങ്ങളിൽ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സപ്ലൈകോ സംവിധാനം ഒരുക്കി നെല്ല് സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 1-2 മില്ലുകൾ ഇപ്പോൾ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മില്ലുകളെയും സമീപിച്ചിട്ടുണ്ട്. ആ മില്ലുകളിലേക്ക് ഇപ്പോൾ കൊയ്തു വെച്ചിരിക്കുന്ന നെല്ലുകൾ മാറ്റുന്നതിനും പാലക്കാട് പോലുള്ള ഇടങ്ങളിൽ സംഭരണശാലകളും മറ്റും തയ്യാറാക്കിക്കൊണ്ട് സപ്ലൈകോ നേരിട്ട് നെല്ലെടുത്ത് അവിടങ്ങളിലേക്ക് സംഭരിച്ച് വെക്കുന്നതിനുമാണ് ഇപ്പോൾ ആലോചന. മില്ലുടമകളുടെ യോഗത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒരു ഇളവ് ഇവർക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് ചെയ്യുന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അതും അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച് നൽകുന്നതാണ്. എത്രയാണോ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് അത്രയും പൈസ നിങ്ങൾക്ക് തന്നെ നൽകിയേക്കാം എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മില്ലുടമകളുടെ പ്രതിനിധികളെ അറിയിച്ചു. സാധാരണഗതിയിൽ അതോടുകൂടി അവർ ഇപ്പോൾ സ്വീകരിച്ച സമീപനം മാറ്റി നെല്ല് സംഭരണ പ്രക്രിയയിലേക്ക് കടക്കേണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിലാണോ എന്ന് സംശയമുണ്ട്. മില്ലുടമകൾ യാതൊരു വിധമായ അനുഭാവ സമീപനവും ഇല്ലാണ്ട് മാറുകയാണ്. അവർക്ക് ന്യായങ്ങളുണ്ടാവാം അതിനു വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് അവഗണിച്ചുകൊണ്ടാണ്, അല്ലെ അതിനെ അംഗീകരിക്കാതെയാണ് അവരിപ്പോഴും ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ അതുകൊണ്ട് കയ്യും കെട്ടിയിരിക്കുകയില്ല എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. നമ്മുടെ കർഷകരെ മില്ലുടമകളുടെ വാശിക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അടിയന്തരമായ യോഗം ചേർന്ന് ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ സപ്ലൈകോ ഉപയോഗിച്ച് സംഭരിക്കാനും സാധ്യമാവുന്നിടത്തല്ല സംഭരണശാലകൾ വാടകയ്ക്കെടുത്തിട്ടായാലും ആ സംഭരണശാലകളിലേക്ക് എത്തിക്കുന്നതിനും ഇപ്പോൾ സപ്ലൈകോയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മില്ലുകളിലേക്ക് അടിയന്തരമായി എത്തിക്കേണ്ട നെല്ലുകൾ സംഭരിച്ച് എത്തിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർഷിക സർവകലാശാല ഫീസ് വർധനയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് മന്ത്രി പി പ്രസാദ്. സർവകലാശാലകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കുട്ടികൾ പഠിക്കേണ്ട എന്ന് പറയാൻ കഴിയില്ല. പഠനം നിർത്തിയ കുട്ടിയെ തിരികെ പ്രവേശിപ്പിക്കാനാണ് ശ്രമം. നിലവിൽ ഫീസ് അടച്ചവർക്ക് അടുത്ത സെമസ്റ്ററിലേക്ക് വകവയ്ക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളുടെ ഫീസിൻ്റെ കാര്യത്തിൽ വർധനവ് വരുത്തിയിരുന്നു. അക്കാര്യം സർവകലാശാല അധികൃതരുമായി വൈസ് ചാൻസലറും കൺട്രോളർ അടക്കമുള്ളവരുമായി ഇന്ന് സംസാരിക്കുകയുണ്ടായി. കുറവ് വരുത്തും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കുറവ് വരുത്തണം എന്നുള്ള നിർദ്ദേശം സർവകലാശാലയ്ക്ക് നൽകിയിട്ടുണ്ട്. ഗണ്യമായ കുറവ് വരുത്തുന്ന കാര്യമാണിപ്പോൾ സർവകലാശാല ആലോചിച്ചിരിക്കുന്നത്. അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ട സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എന്നുള്ളതിനാൽ അടിയന്തരമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ ഭാരമാവാത്ത തരത്തിലുള്ള ഫീസ് ഘടന മാത്രമായിരിക്കും കേരള കാർഷിക സർവകലാശാലയിൽ ഉണ്ടാവുക എന്ന് ഉറപ്പാക്കണം എന്ന് സർക്കാർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണ്, അതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം. ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് അപമാനമെന്നുമായിരുന്നു സലാമിന്റെ വാക്കുകൾ. ഭരിക്കുന്ന കേരളത്തിൽ ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ ആലോചിക്കണം. അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എതിർക്കുന്നു. എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഒരു വനിത, നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല. 10,000 കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാജി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും. വികലമായ ചരിത്രം, തെറ്റായ ചരിത്രം,
ഭാഷകൾ മാറ്റിവെക്കുകയാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളിടത്തേക്ക് വരികയാണ്. പിഞ്ചു പ്രായത്തിൽ ചെറിയ കുട്ടികളെ പോലും അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അറിയാത്തൊരു വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ ഒരുപക്ഷേ വൻ വിവാദമാകും. CPM കേന്ദ്രങ്ങളിലെ തുടർ പ്രതികരണമൊക്കെ ഉണ്ടാവുന്ന വാക്കുകളാണ് PMA സലാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം. ഏകാദശി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി. ഒരിടവേളയാണ്, മടങ്ങി വരാം. കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഒഡീഷ സ്വദേശി ഉദയ് മാഞ്ചിയാണ് മരിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ സമീപത്തെ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഒഡീഷ സ്വദേശിയായ ഉദയ് മാഞ്ചി എന്നയാളാണ് മരിച്ചത്. ഇവർ ഈ വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിൽ ഏർപ്പെടുമ്പോൾ തൊട്ട് സമീപമുള്ള വീടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി ഈ മതിലിന്റെ പുറത്തേക്ക് വീഴുകയായിരുന്നു. മരിച്ചയാളും മറ്റൊരു അതിഥിതൊഴിലാളിയും ഒപ്പം ഒരു മലയാളിയുമായ തൊഴിലാളിയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. മതിലിടിഞ്ഞു വീണ് എന്ന് വ്യക്തമായ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും മതിലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഇയാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും വെള്ളിമാടുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയുമായിരുന്നു. ഏറെ നേരത്തെ ശ്രമകരമായ ജോലിക്കൊടുവിലാണ് ഇയാളെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇയാളുടെ ഒപ്പം നിർമ്മാണത്തിൽ ഏർപ്പെട്ട മറ്റു തൊഴിലാളിക്കും സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. എറണാകുളം ചെറായിൽ ഇന്നോവ കാറുമായി 16കാരന്റെ പരാക്രമം. അമിത വേഗതയിൽ ഓടിച്ച കാർ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. ചെറായിൽ വയോധികയെയും സ്ത്രീയെയും വാഹനം ഇടിച്ചിട്ടു. ചെറായി മുതൽ എടവനക്കാട് വരെയാണ് വാഹനം അപകടമുണ്ടാക്കിയത്. നാട്ടുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ പോയ വാഹനം പിന്നീട് കസ്റ്റഡിയിലെടുത്തു. ആഴ്ചകൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ട മകന്റെ മൃതദേഹവും കാത്തിരിക്കുകയാണ് കൊച്ചിയിൽ ഒരു കുടുംബം. കപ്പൽ ജീവനക്കാരനായ ചെല്ലാനം സ്വദേശി എഡ്വിൻ ഗ്രേഷ്യസ് ആണ് ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ മരിച്ചത്. എന്നാൽ നിയമ നടപടികൾ പൂർത്തിയാക്കാത്തത് മൂലം മൃതദേഹം ഇതുവരെയും നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മകൻ്റെ ബോഡി എങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ രീതിയിൽ സാഹചര്യം ഒരുക്കണം. എൻ്റെ അമ്മയാണെങ്കിലും തളർന്ന് കിടക്കുകയാണ്. ദുഃഖം താങ്ങാനാവാതെ എൻ്റെ കുടുംബത്തിന് അത്താണിയായ മകനാണ്. കുടുംബം പുലർത്തിക്കൊണ്ടുപോയ ആളാണ്. ഞാൻ ഒരു രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും കൂടി കാലിനുമൊക്കെ പല സ്ഥലത്തൊക്കെ വേദനയും സർജറി കഴിഞ്ഞ ശേഷം പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ബോഡി കിട്ടി നമുക്ക് മകനൊന്ന് നേരിട്ടൊന്ന് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിൽ നിൽക്കുന്നത്. ആഗ്രഹമെങ്കിലും ഒന്ന് നടത്തി തന്നാൽ മതി. മത്സ്യത്തൊഴിലാളിയായ വിൽസൺ വള്ളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ മാസം 12-ന് മകൻ്റെ അപകടം സംബന്ധിച്ച ഫോൺ സന്ദേശം എത്തുന്നത്. കപ്പലിൽ നിന്ന് കയർ തട്ടി കടലിലേക്ക് തെറിച്ചു വീണുവെന്നാണ് കമ്പനി അറിയിച്ചത്. സൗദിയിലെ സാമിൽ മറൈൻ എന്ന കമ്പനിയിലാണ് എഡ്വിൻ ജോലി ചെയ്തിരുന്നത്. സഫാനിയ എന്ന സ്ഥലത്ത് റിഗിന് അടുത്തായിരുന്നു അപകടം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ലാബ് റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു എന്നാണ് കമ്പനി ഈ ദിവസങ്ങളിൽ കുടുംബത്തെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളും അവർ കൈമാറിയില്ല. 27-കാരനായ എഡ്വിൻ്റെ മരണവിവരം അറിഞ്ഞതു മുതൽ സങ്കടക്കയത്തിലാണ് കുടുംബം. വൈകുന്ന കുറേ ഫോർമാലിറ്റീസ് ഉണ്ടെന്നാണ് പറയണത്. അവർക്ക് നടപടിക്രമങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്ത ശേഷമേ ബോഡി തിരികെ കിട്ടുള്ളൂ എന്നാണ് അവർ പറയണത്. അൽക്കോബാർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. 1000 കിലോമീറ്റർ അകലെയാണ്. സൗദി അറേബ്യ പോർട്ടുമായിട്ട് 1000 കിലോമീറ്റർ അകലമുണ്ടെന്നാണ് പറയണത്. അവിടെ നിന്ന് ഈ ബോഡി കൊണ്ടുവന്ന്
ഹബ്ജി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 300 കിലോമീറ്റർ അകലെ കൊണ്ടുപോയാണ് ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തേക്കുന്നത്. ദമാമിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കാര്യം ഒന്നും ഫൈനലിൽ എത്തണില്ല കാര്യങ്ങളൊന്നും. ഇപ്പോൾ 19 ദിവസത്തോളം ആയില്ലേ എൻ്റെ മകൻ എന്നെ വിട്ടുപിരിഞ്ഞ് പോയിട്ട്. ആരാണെങ്കിലും ഇടപെട്ടുണ്ട് എൻ്റെ മകനെ ഒന്ന് കാണാനായിട്ടുള്ള ഭാഗ്യമെങ്കിലും കിട്ടിയാൽ മതി. 4 മാസം മുൻപാണ് എഡ്വിൻ്റെ വിവാഹം കഴിഞ്ഞത്. അനുജനും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ നെടുംതൂണായിരുന്നു ഈ യുവാവ്. മകനെ അവസാനമായി ഒന്ന് കാണാൻ പ്രവാസി വ്യവസായി യൂസഫ് അലി അടക്കമുള്ളവർ ഇടപെടണമേ എന്ന് അപേക്ഷിക്കുകയാണ് പിതാവ്. യൂസഫ് അലി സാറിനെ പോലത്തെ ആളുകളെങ്കിലും മനുഷ്യന് ദുഃഖം അറിയുന്നവർ, ആ ദുഃഖം അറിയുന്നവരെങ്കിലും എൻ്റെ മകനെ എനിക്കൊന്ന് കാണാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. യൂസഫ് അലി സാറൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന ആളുകളല്ലേ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണവരല്ലേ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. എഡിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഊർജിതമായ ഇടപെടൽ നടത്തുന്നതായി എറണാകുളം MP ഹൈബി ഈഡൻ വ്യക്തമാക്കി. സൗദിയിലെ നിയമങ്ങളാണ് വലിയ തടസ്സമായി നിൽക്കുന്നതെന്നും ഹൈബി ഈഡൻ ന്യൂസ് 18 പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുന്നു. താമരശ്ശേരി ബിഷപ്പിനും എറണാകുളം സെന്റ് റീത്ത സ്കൂളിനും ഭീഷണി. ഹിജാബ് വിഷയത്തിലാണ് ഭീഷണിക്കത്ത് ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന IDFI ആണ് കത്തയച്ചിരിക്കുന്നത്. ഹിജാബ് വിഷയം തങ്ങൾ ആസൂത്രണം ചെയ്തതാണെന്നും 90% റവന്യൂ വരുമാനം നേടിത്തരുന്നത് മുസ്ലിം സമുദായമാണെന്നും അതിനാൽ സ്കൂളുകളിൽ ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും സൗകര്യമൊരുക്കണമെന്നും കത്തിൽ പറയുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതെപ്പോഴാണ് ഈ കത്ത് ലഭിച്ചത്? ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് അന്വേഷണം ആരംഭിച്ചോ? സജിത്ത്, താമരശ്ശേരി ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസിലാണ് കത്ത് ലഭിച്ചിരുന്നത്. ഇന്നാണ് ഈ കത്ത് പോലീസ് കത്തുമായി സംബന്ധിച്ച വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പ് ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ സെക്രട്ടറി വന്ന് മൊഴി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ കത്തുമായി ബന്ധപ്പെട്ട കേസെടുക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് കത്തിന്റെ തുടക്കം. തങ്ങളുടെ ഒരു സ്പോൺസേഡ് പ്രോഗ്രാം ആയിരുന്നു ഈ ഹിജാബ് വിഷയം എന്നാണ് ഇവർ പറയുന്നത്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ IDFI, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാരാണ് തങ്ങൾ എന്ന് ഇവർ അവകാശപ്പെടുന്നു. ഈ PFIയുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത്. ഒപ്പം ഈ കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 90% വരുന്നത് ഇസ്ലാം വിഭാഗക്കാരിൽ നിന്നാണ്. എന്നാൽ അതിന് അനവധികമായ യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം ഈ വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ ജോലികൾ പ്രത്യേക സംവരണം വേണമെന്ന ആവശ്യവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കായി പ്രത്യേകിച്ച് നിസ്കരിക്കുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങൾ, ഹിജാബ് ധരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവയൊക്കെ അനുവദിക്കണം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കണം എന്ന കാര്യങ്ങളുമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈരാറ്റുപേട്ടയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം 2 ഇടത്തേക്കും കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ആളുകളാണ് ഇതിന്റെ പിന്നിൽ എന്നതിനെ കുറിച്ച് പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കും. ഇത്തരം ഒരു കൃത്യമായ ഒരു സംഘടനാ രൂപം ഈ IDFI എന്നത് നിലവിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തന്നെ അവകാശപ്പെടുന്നത് PFI എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാർ എന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും എന്താണ് ഇതിന് പിന്നിൽ? ആരെങ്കിലും സാധാരണ രീതിയിൽ ഒരു ഭീഷണി എന്ന രീതിയിൽ അയച്ചതാണോ, അതോ കൃത്യമായ ഒരു ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലൊക്കെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. എന്തായാലും പോലീസ് അധികം വൈകാതെ ഈ സംഭവത്തിൽ കേസെടുത്ത് വളരെ വിശദമായ അന്വേഷണം തന്നെ ആരംഭിക്കും. സജിത്ത്, ഓക്കെ, ഈ സെന്റ് റീത്ത സ്കൂളിനുമുണ്ട് ഇത്. യഥാർത്ഥത്തിൽ അനീഷ്, ഈ സംഘടന ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ കത്ത് എന്ന് പറയുന്നു. ഒപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയ ആ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമോ? സഭാ നേതൃത്വമൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഏത് തരത്തിലാണ് ഈ കാര്യമെന്ന് നമുക്ക് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഈ സെന്റ് റീത്ത സ്കൂളിലെ പ്രശ്നമാണെങ്കിൽ പോലും അത് ഹൈക്കോടതി ഇടപെടുന്നു. പിന്നീട് ആ കുട്ടിയെ സ്കൂൾ മാറ്റി പഠനമൊക്കെ പുനരാരംഭിച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം മതങ്ങൾക്കിടയിൽ സ്പർദ്ധ വരുത്തുന്നതിനുള്ള ബോധപൂർവമുള്ള ശ്രമമാണ് എന്ന് പോലും ചിലപ്പോൾ വരേണ്ടി വരും. കാരണം അത്തര രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ പറയുന്നത്. അതായത് സമയങ്ങളിൽ വാങ്കൂളി അടക്കമുള്ള മത കാര്യങ്ങൾ
അനുവദിക്കണം, അതിനുള്ള സൗകര്യം കൊടുക്കണം. ഒപ്പം മറ്റ് ഇതര മതസ്ഥരുടെ സ്കൂളുകളെ പറ്റിയൊക്കെ ഇതിനകത്ത് പറയുന്നുമുണ്ട്. അതുകൊണ്ട് അത്തരം മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ വളർത്തുക, അല്ലെങ്കിൽ ഇത്തരം ചില പ്രത്യേക മതത്തിന്റെ സ്ഥാപനങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തും. ഈ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തു നിന്നും ഈ കത്ത് പോസ്റ്റ് ചെയ്തതിന് പിന്നിൽ പോലും ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും. നമുക്കറിയാം ഈരാറ്റുപേട്ടയ്ക്ക് ഒരുപാട് ഈ പലപ്പോഴും പെട്ടെന്ന് ഈ സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരുപാട് ഇത്തരം കേസിൽപ്പെട്ട ആളുകൾ നേരത്തെ അറസ്റ്റിലായ സ്ഥലവും ഒക്കെയാണ്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഭീഷണി കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോവുകയാണ്. അവിടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപന ചടങ്ങിൽ നടൻ മമ്മൂട്ടി സംസാരിക്കും. ഞാനൊരു 5-8 മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഈ കേരളപ്പിറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിനേക്കാൾ ഒരു 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20-ലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നിലാണ്, മറ്റു വളരെയധികം അപേക്ഷിച്ച് മുന്നിലാണ്. ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിന്റെ, നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. ഒരുപാട് പ്രതിസന്ധികളെ കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു ഈ നിലയിൽ എത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ്, നമ്മുടെ സാമൂഹ്യ സമ്പത്താണ്. പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റ് അതിർവരുമ്പുകളില്ലാതെ ഉള്ള നമ്മുടെ സാഹോദര്യവും തന്നെയാണ്. ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവണം. അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-9 മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്തുനിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരു 6-7 മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിചാരിക്കും. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ. എൻ്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിന് എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോൾ ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം.
ദാരിദ്ര്യത്തെ അതിജീവിക്കും. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിന്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരളപ്പിറവി ദിനവും ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനവും ആസ്വദിക്കും. എന്നും ഹൃദയം തുറന്ന് നമ്മോട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഉപഹാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കും. അത് സ്വീകരിക്കാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂട്ടിയോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകളാണ്. അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുക. നടൻ മമ്മൂട്ടി സംസാരിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉപഹാരം, കേരളത്തിന്റെ ഉപഹാരം മമ്മൂട്ടിക്ക് കൈമാറുകയും ചെയ്തു. മനോഹരമായ വാക്കുകളിലൂടെ അദ്ദേഹം കേരളത്തിനും വിശപ്പിന്റെ പ്രത്യേകതകളും അത് തുടച്ചു നീക്കപ്പെടേണ്ട പ്രാധാന്യവുമാണ് മമ്മൂട്ടി പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിലും കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് വിരുദ്ധ പ്രക്ഷോഭം തുടരാൻ സമരസമിതി. കളക്ടറും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ടിന്റെ പാർട്ട്ണർമാരെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് സമരസമിതിയുടെ ആരോപണം. നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ സമരവേദി കൊയിലാണ്ടി എടവണ്ണ ദേശീയപാതയിലെ അമ്പലമുക്കിലേക്ക് മാറ്റും. അതേസമയം പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്നതിനാൽ കമ്പനി ഇന്നും തുറന്നില്ല. ജില്ലാ കളക്ടറിൽ നിന്നും അനുകൂലമായ ഉത്തരവ് ലഭിച്ചെങ്കിലും തുടർച്ചയായ രണ്ടാം ദിവസവും ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടില്ല. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് ഉടമകൾ വ്യക്തമാക്കുന്നത്. തീപിടുത്തത്തിൽ കാര്യമായ നാശനഷ്ടം ഫാക്ടറിക്ക് പറ്റിയിരുന്നു. ഒപ്പം ഈ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കൃത്യമായി ഫലപ്രദമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പ്രവർത്തനം പുനരാരംഭിക്കൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ സ്ഥാപനത്തിൽ സുരക്ഷ നൽകണമെന്ന ആവശ്യത്തെ തുടർന്ന് ഈ ഫ്രഷ് കട്ട് ഫാക്ടറിയുടെ സമീപ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരുന്നു. ഒരാഴ്ചത്തേക്കാണ് ഈ നിരോധനാജ്ഞ ഉള്ളത്. ഫാക്ടറിയിൽ നിന്നും ഏതാണ്ട് 300 മീറ്റർ ദൂരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളോ കൂട്ടായ്മകളോ അനുവദിക്കില്ല എന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നു. 4-ലധികം ആളുകൾ ഈ സ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കരുതെന്നും കളക്ടറുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കളക്ടറുടെ ഉത്തരവിനെതിരെ സമരസമിതി രംഗത്തെത്തിയിരുന്നു. സമരസമിതി ഈ ഫ്രഷ് കട്ടിന് വേണ്ടിയുള്ള ഉത്തരവാണ് കളക്ടർ ഇറക്കിയതെന്ന വിമർശനമാണ് സമരസമിതി ചെയർമാൻ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത്. അതേസമയം ഫ്രഷ് കട്ട് എപ്പോൾ പ്രവർത്തനം ആരംഭിച്ചാലും അപ്പോൾ തന്നെ സമരം പുനരാരംഭിക്കാനാണ് തീരുമാനം. നിലവിലെ സമരസമിതി ഭാരവാഹികൾ ഭൂരിപക്ഷവും ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. നേരത്തെ ഉണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ചതിനും ഫാക്ടറി തീവച്ചതിനുമടക്കം ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമര സമിതിക്കപ്പുറം മറ്റൊരു സമര സഹായ സമിതി രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സമരസമിതി പ്രവർത്തകർ. പുതിയ സമര കേന്ദ്രം തുറക്കുന്നതിനുള്ള തീരുമാനം ആയിട്ടുണ്ട്. എന്തായാലും ഫ്രഷ് കട്ട് തുറക്കും മുറയ്ക്ക് സമരത്തിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി മുൻ വക്താവും മുതിർന്ന നേതാവുമായ MS കുമാർ. സഹകരണ ബാങ്കിൽ നിന്നും കടമെടുത്ത പാർട്ടിക്കാർ കൈയൊഴിഞ്ഞതോടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന BJP കൗൺസിലർ അനിലിന്റെ അവസ്ഥയിലാണ് താനെന്നും ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിക്കുന്നു. തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കാൻ BJP സർവ്വതന്ത്രങ്ങളും പയറ്റുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തെ പ്രധാന BJP നേതാവിന്റെ പരസ്യ പ്രതികരണം. BJP നേതൃത്വത്തെ പരസ്യമായി വിമർശിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമാണ് MS കുമാറിന്റെ FB പോസ്റ്റ്. ഗാസ യുദ്ധം മുതൽ PM ശ്രീ വരെ പലതും മറ്റിടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. എന്നാൽ തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളുമാവും. പാർട്ടിക്കാർക്ക് നൽകിയ കടം അവർ തിരിച്ചടയ്ക്കാത്തതും അതിൽ നേതൃത്വം ഇടപെടാത്തതുമാണ് അനിലിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത്. മറ്റൊരു സഹകരണ സംഘത്തിന്റെ തലപ്പത്തുള്ള താനും
ഇതേ അവസ്ഥയിലാണ്. മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. താൻ കൂടിയുള്ള സംഘത്തിൽ വായ്പയെടുത്തവരിൽ 70% BJPക്കാരാണ്. വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ 90% പാർട്ടിക്കാരാണ്. അതിൽ സെൽ കൺവീനർമാർ അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളുമുണ്ട്. വായ്പയെടുത്ത് മുങ്ങി നടക്കുന്ന ഇവരെ മുൻനിർത്തിയാണ് നഗരസഭാ ഭരണം പിടിക്കാൻ പോകുന്നതെങ്കിൽ അത് ജനങ്ങൾ അറിയട്ടെ. വായ്പ തിരിച്ചടപ്പിക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ അടുത്ത പോസ്റ്റിൽ ഇവരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നും MS കുമാർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. സ്വർണ്ണക്കവർച്ച കേസിൽ സുധീഷ് കുമാർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. റാന്നി കോടതിയിലെ മജിസ്ട്രേറ്റ് അവധിയായതിനാലാണ് സ്വർണ്ണക്കവർച്ച കേസിലെ 3ാം പ്രതി സുധീഷ് കുമാറിനെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിയാമായിരുന്നു. ഇത് ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി. സന്നിധാനത്ത് നിന്ന് പാളികൾ അഴിച്ചു മാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വെറും ചെമ്പുപാളികളെന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി പാളികൾ കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു. മഹസറുകളിലും ചെമ്പ് തകടുകളെന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ജീവനക്കാരുടെ പേരുകളും സുധീഷ് കുമാർ ഉൾപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ ഇത് അവസരമൊരുക്കിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴികളിലും സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ SIT തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നാണ് സുധീഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. കേസിൽ 3ാമത്തെ അറസ്റ്റാണ് അടൂർ മണ്ണടി സ്വദേശിയായ സുധീഷ് കുമാറിൻ്റേത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ടെന്നീസ് ഇതിഹാസം റോഹൻ ബൊപ്പണ്ണ വിരമിക്കൽ പ്രഖ്യാപിച്ചു. 22 വർഷങ്ങൾ നീണ്ട ഇതിഹാസ കരിയറിനാണ് താരം വിരാമം കുറിച്ചത്. 2 ഗ്രാൻഡ് സ്ലാം ഡബിൾസ് കിരീടങ്ങൾ നേടിയിട്ടുള്ള റോഹൻ ബൊപ്പണ്ണ തൻ്റെ 45ാം വയസ്സിലാണ് ടെന്നീസിനോട് വിട പറയുന്നത്. ഡബിൾസിൽ മുൻ ലോക 1ാം നമ്പർ താരം കൂടിയായിരുന്നു റോഹൻ ബൊപ്പണ്ണ. ഈ നേട്ടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരവുമായിരുന്നു ഇദ്ദേഹം. ATP ടൂറിൽ 26 ഡബിൾസ് കിരീടങ്ങൾ നേടിയിട്ടുള്ള ബൊപ്പണ്ണ പാരീസ് മാസ്റ്റേഴ്സ് 1000ലാണ് അവസാനമായി പങ്കെടുത്തത്. ഇനി നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,275, പവന് 90,200. 18 ക്യാരറ്റ് ഗ്രാമിന് 50,310, പവന് 74,480. വെള്ളി ഗ്രാമിന് 160 രൂപ, കിലോഗ്രാമിന് 1,60,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.